അപ്പോൾ ഇതിനകത്തെ ഒരു പ്രത്യേകത, ഈ 16ാമത്തെ സങ്കീർത്തനത്തിൽ ഭയങ്കര കൺസൈസ്ഡായിട്ട് ഒരു അതിനകത്തൊന്നും വേദപുസ്തകത്തിൽ ഒന്നും കളയാനില്ല എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഏത് വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാലും നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, അതായത് വലിയ വ്യാഖ്യാനമൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ ഉത്തേജിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. കാര്യം സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പോയി സംസാരിക്കുക, തുടങ്ങുന്നതേ പറയുന്നത് ദൈവമേ. അപ്പോൾ അവന് കമ്മ്യൂണിക്കേഷനുണ്ട്. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്. അപ്പോൾ ഇവൻ യഹോവയോട് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാര്യം, നമ്മളിൽ നിന്ന് നമുക്കെന്തിനാ ദൈവം ആദമനെ സൃഷ്ടിച്ചപ്പോൾ കമ്മ്യൂണിയൻ സാധ്യമായ നിലയിൽ തന്നെ സൃഷ്ടിച്ചു. എന്തിനാണ്? കമ്മ്യൂണിക്കേഷൻ നടക്കാൻ. ദൈവം വീണ്ടും കമ്മ്യൂണിയൻ സാധ്യമാകുന്ന രീതിയിൽ യേശുവിലൂടെ നമ്മളെ വീണ്ടും ജീവിപ്പിച്ചു. എന്ത് നടക്കണം? കമ്മ്യൂണിക്കേഷൻ നടക്കണം. ആ കമ്മ്യൂണിക്കേഷൻ ശരിയായ നിലയിൽ നടക്കുന്നുണ്ടോ? കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വേണം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ കർത്താവിനോട് സംസാരിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴി എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ, ആസ് ഫോർ ദ സെയിൻസ് ഇൻ ദ ലാൻഡ്, ദേ ആർ ദി എക്സലന്റ് വൺസ് ഇൻ ഹും ഈസ് ഓൾ മൈ ഡിലൈറ്റ്. ഭൂമിയിലെ വിശുദ്ധന്മാരോ, അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. ഓക്കെ, ഇതെല്ലാം അവൻ്റെ തീരുമാനങ്ങളും. എന്നിട്ട് പറയുന്നത്, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. ഹി സ്പീക്സ്. അങ്ങോട്ട് സംസാരിക്കുകയാണ്. ഇതുപോലെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് എപ്പോഴും നല്ല പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണമെന്നാണ്. ഇപ്പം അത് ആത്മാവിലെ കമ്മ്യൂണിക്കേഷൻ, അല്ലാതെ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നതോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഉറക്കത്തിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ദൈവം സംസാരിക്കത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് സ്പിരിറ്റിലാണ് നടക്കുന്നത്. സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ ആണ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അതിനകത്ത് കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ കേൾക്കാൻ മനസ്സുണ്ടെങ്കിലേ പലപ്പോഴും ദൈവം സംസാരിക്കത്തുള്ളൂ. അങ്ങനെയുള്ളൂ. ഇപ്പം ശമൂവേലിൻ്റെയും ഏലിയുടെയും ചിലത് നമുക്കറിയാമല്ലോ. ശമൂവേലിനെ ദൈവം വിളിച്ചു, ശമൂവേലേ ശമൂവേലേ. അവൻ ഓടി ഏലിയുടെ അടുത്താണ്, എന്നെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ല, പോയി കിടന്നു തുടങ്ങി കേൾക്കുക. ഞാൻ പറഞ്ഞു, നമ്മളെ ഇതിനകത്ത് പോയി കിടന്നു തുടങ്ങി, ഉമ്മ വെറുതെ രാത്രി എൻ്റെ ഉറക്കവും കളഞ്ഞു. ഞാനങ്ങ് വിളിച്ചില്ല. ശമൂവേലിനെ ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാകുന്നില്ല, ഇത് യഹോവയെ വിളിക്കുന്നത്. കാര്യം ഇങ്ങനെ യഹോവ സംസാരിക്കുമെന്നൊന്നും ഏലി ഇവനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നീ ശ്രദ്ധിച്ചോണം, എപ്പോഴാണ് കർത്താവ് സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴും നമ്മളെ ആത്മാവ് തുറന്നു വെച്ചുകൊണ്ടിരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതിന് ഏലി കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഏലിക്ക് അറിയാം ഇങ്ങനെ സംസാരിക്കും എന്നുള്ളതൊക്കെ അറിയാം. ഏലി പറയുന്ന പോലെ വലിയ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, വേദപുസ്തകത്തിലെ ദുഷ്ട കഥാപാത്രങ്ങൾ പോലും നമ്മളെക്കാളും നല്ലവരാണ് പല കാര്യങ്ങളിലും. 2 പ്രാവശ്യം പോയി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏലി പറഞ്ഞു, മോനെ ചിലപ്പോൾ യഹോവയായിരിക്കും, അതുകൊണ്ട് ഇനി വിളിക്കുകയാണെങ്കിൽ അടിയൻ കേൾക്കുന്നു, കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. ഇന്നത്തെ നേതാക്കന്മാരാണെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല, ഇനി അവനും കൂടെ കേൾക്കാനോ, അങ്ങനെ അവൻ കേൾക്കുമൊന്നും വേണ്ട അല്ലേ. ഞാൻ നമുക്കില്ലാത്ത വലിയ ആത്മീയ ഇതൊന്നും കൊച്ചു ചെറുക്കന് ഇപ്പോഴേ ഒക്കെ അവൻ അഹങ്കാരിയായി പോവും. അതുകൊണ്ട് അവൻ ഇപ്പോഴേ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ലെന്ന് ചിലപ്പം പറഞ്ഞ് ഒതുക്കിയേനെ. പക്ഷേ ഞാനതാ പറഞ്ഞത്, ഏലിയിൽ ഒത്തിരി നന്മയുണ്ട്. അതിനകത്തൊരു പ്രധാന നന്മയാണ് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ശമൂവേലിനെ എൻകറേജ് ചെയ്യുന്നു. നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം. പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു വലിയ പ്രശ്നമാണ്, ക്രിസ്ത്യൻ ലീഡേഴ്സിനൊക്കെ പറ്റുന്നൊരു വലിയൊരു അപകടമാണ്, അവർ ആളുകളെ എൻകറേജ് ചെയ്യത്തില്ല.
എല്ലാം എന്നിലൂടെ വേണം നടക്കാനെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാകും. പഠിപ്പിക്കണം. ഞാൻ എപ്പോഴും ഞങ്ങളുടെ മിഷണറിമാരോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നം നമ്മളുടെ ഇത് ഏറ്റെടുക്കാൻ, ഇപ്പം മിഷൻ തന്നെയല്ല എന്തും ആയിക്കോട്ടെ, ഇത് ഏറ്റെടുക്കാൻ അടുത്ത ഒരു തലമുറ ഇല്ലാതെ വരുന്നു. ഞാനീ ആഫ്രിക്കയിലെ ഒരു സംഘടനയുടെ പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിന് 10-60 പാസ്റ്റർമാരുണ്ട്, സ്വതന്ത്ര സഭയാണ്. അപ്പോൾ അതിൻ്റെ കൂടിയ ആളും എല്ലാം ഉണ്ട്. അപ്പോൾ പാസ്റ്റർമാരെല്ലാം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം എല്ലാം ഒരു മനുഷ്യൻ തുടങ്ങിയ സഭയായത്, തുടങ്ങി 10-60 കൂട്ടായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ ശുശ്രൂഷകരായിട്ട് വന്ന ആളുകൾ അവരെല്ലാം നല്ല പ്രായമുള്ളവരാണ്. അതിനകത്ത് 50% ആളുകളെങ്കിലും 50 വയസ്സിന് മുകളിലുള്ളവരാണ്. 80% ആളുകളെങ്കിലും 40 വയസ്സിന് മുകളിലുള്ളവരാണ്. 40 വയസ്സിന് താഴെയുള്ള 2-3 പേരേ ഉള്ളൂ. അപ്പം ഞാൻ ഈ മൂത്ത ആളോട് ചോദിച്ചു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സഭയുടെ ഗതി എന്താകും? നിങ്ങൾക്ക് 60 കൂട്ടായ്മകളുണ്ട്. പക്ഷേ 60 കൂട്ടായ്മകൾ നടത്താൻ ഈ മിക്കവാറും ഉള്ളവരിൽ 50 വയസ്സിന് മുകളിലുള്ള, 50 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 70 വയസ്സൊക്കെ ഉള്ളവരുണ്ട്. ഒരു നല്ലൊരു ശതമാനം ആളുകളും 70 വയസ്സൊക്കെ ഉള്ള ആളുകളാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് ആരാ ഇതൊക്കെ നോക്കുന്നത്? യങ്സ്റ്റേഴ്സ് എന്തിയെ? യങ്ങായിട്ടുള്ള ആളുകൾ എന്തിയെ? ഡെവലപ്പ് ചെയ്യാത്ത ഒരു പ്രശ്നം അതെല്ലായിടത്തും ഉണ്ട്. അവിടെ മാത്രമല്ല, ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഞങ്ങളുടെ മിഷൻ, നമ്മുടെ ജീസസ് മിഷൻ 25 കൊല്ലം മുമ്പ് ഇത് തുടങ്ങി. ഒരു 20 വർഷം വരെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 80% ആളുകൾ 25 വയസ്സ് താഴെയുള്ള പിള്ളേരായിരുന്നു. ഇപ്പോൾ 25 വയസ്സ് താഴെയുള്ള ആളുകൾ 8% ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണുമായിരിക്കും. അത് ഞാൻ പറഞ്ഞത് ചിലപ്പം കുറച്ച് പേരൊക്കെ കാണുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും പുതുതായിട്ട് ആളുകൾ ഈ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ സ്പിരിച്വൽ ലീഡർഷിപ്പിലേക്ക് യങ് പീപ്പിൾ വരുന്നില്ല. അതിനുവേണ്ടിയുള്ള സമർപ്പണമോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. എല്ലാവരും ഒരു പരിധി വരെയൊക്കെ എങ്ങനെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കത്തക്ക രീതിയിൽ, അതായത് ഓൾമോസ്റ്റ് സെക്യുലറായിട്ടുള്ള ചിന്തകളിലേക്ക് നമ്മുടെ സമൂഹം, നമ്മുടെ മാതാപിതാക്കളും ഒക്കെ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സെക്യുലറായിട്ട്, വളരെ സെക്യുലറായിട്ടൊന്നും വേണ്ടാന്നൊന്നും അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകണമെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ആ സ്പിരിച്വാലിറ്റി ഇമ്പാർട്ട് ചെയ്യാനോ മറ്റോ നമുക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏലിക്ക് ഒറ്റ ഒരെണ്ണത്തിന് മക്കളെ കിട്ടിയില്ല. അമ്മമാരെല്ലാം പിഴയായിരുന്നു. പക്ഷെ ഒന്നും അല്ലെങ്കിൽ ഒരു കൊച്ചു ചെറുക്കൻ അവിടെ വന്നു കഴിഞ്ഞപ്പം പുള്ളിയുടെ മക്കളെയോ കിട്ടിയില്ല. പക്ഷെ പുള്ളി അതുപോലും എൻ്റെ മക്കൾക്കില്ലാത്ത സൗഭാഗ്യം ഇവന് വേണ്ടാന്നൊന്നും ചിന്തിച്ചില്ല. ദാറ്റ് ഈസ് ഒരു ഗുഡ് ക്വാളിറ്റിയാണ് ഏലിയിലൊരു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വേദോസത്തിലെ ദുഷ്ടകഥാപാത്രങ്ങൾ പോലും പലപ്പോഴും നമ്മളെക്കാൾ മെച്ചമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പഠിക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നാൽ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ പറയുന്ന ഒരു വാക്കിതാണ്, കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയുന്നു. ഈ അരുളി ചെയ്യണമേ, അതിനോട് ചേർന്ന് പറയുന്ന കാര്യം, സ്പീക്ക് ടു ദൈ സെർവൻറ്റ്, സ്പീക്ക് ടു മീ യുവർ ഗാഡ്, ദൈ സെർവൻറ്റ് ഹിയർ. ഹിയർ എന്നുള്ളത് ചെവിയിൽ കേൾക്കുന്നു എന്നുള്ള അർത്ഥത്തിനല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ എം റെഡി ടു ഒബേ എന്ന് പറയുന്നതിന് പകരം ഒരു വാക്കാണ്. കേൾക്കുക എന്ന് പറയുന്നത് അനുസരണവുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ പറയുന്നത്. കർത്താവെ അരുളി ചെയ്യണമേ, ഞാൻ അനുസരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക്. അല്ലാതെ കേൾക്കുക എന്ന് മാത്രം പറയുന്നതല്ല. ഒരു കൊച്ച് അമ്മയും കൂടെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എല്ലറോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്ന് പാസ്റ്ററെ ഒന്നും പറയണ്ട, ഇവൻ എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നുള്ളത് വെച്ചിട്ട് പറയും, മമ്മി എന്നെ കുറിച്ച് അപവാദം പറയരുത്. എന്തുവാടാ, ഞാൻ എന്നെ പൊള്ളനാണ്, ഞാൻ എല്ലാം കേൾക്കുന്നുള്ളൂ, അനുസരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി കൂടെ കേൾക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ അർത്ഥം. എന്താണ്? നമ്മൾ തന്നെ മലയാളത്തിലാണെങ്കിലും കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഒബേ, ഐ എം റെഡി ടു ഒബേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, God speaks only when you surrender your life before God. And കർത്താവിനോട് പറയുകയാണ്, Lord, I am ready to obey. എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വേദം വായിക്കാനും പഠിക്കാനും
അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ ജനുവരിയിലും പ്രാർത്ഥിക്കും, കർത്താവ് ഈ വർഷം നീ ഉദ്ദേശിക്കുന്നത് പോലെ നിൻ്റെ വചനം മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണേ എന്നൊക്കെ എല്ലാ വർഷവും ആദ്യ വർഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ജനുവരി 1-നാണല്ലോ നമ്മളൊരു തീരുമാനമൊക്കെ എടുക്കുന്നത്. ജനുവരി 1-ാം തീയതി, അത് ജനുവരി 1-ാം തീയതി തീരുമാനം എടുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ലോർഡ് ടീച്ച് മീ യുവർ വേർഡ് ഇൻ ദ റൈറ്റ് മാനർ. ഐ എം റെഡി ടു ഒബേ. ഐ വിൽ പേ എനി കോസ്റ്റ് ടു ഒബേ ദൈ വേർഡ്. നിൻ്റെ വചനം അനുസരിക്കുന്നതിന് എന്ത് വരെ കൊടുക്കേണ്ടി വന്നാലും ഞാൻ അനുസരിക്കും എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മുതലാണ് ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങിയത്. പക്ഷെ അത് കോസ്റ്റ്ലിയുമായിരുന്നു. ദാറ്റ് വാസ് കോസ്റ്റ്ലി. അപ്പം ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴാണ് ദൈവം സംസാരിക്കാൻ തയ്യാറാകുന്നത്, ദൈവം നമ്മളോട് ഇടപെടുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ, ശരിയായിട്ട് നടക്കണമെങ്കിൽ, ഒന്ന് സ്പിരിറ്റ് ആക്റ്റീവ് ആയിരിക്കണം. 2 ആക്റ്റീവ് ആയിരിക്കണം തന്നെയല്ല, കേട്ടാൽ അനുസരിക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പല ആളുകളും ദൈവം സംസാരിക്കാതെ തന്നെ ഇരിക്കുന്നതിൻ്റെ കാര്യം ചിലപ്പോൾ നമ്മൾ പറയും, അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ആളുകളെക്കുറിച്ച് പറയുമല്ലോ, ഞാൻ അവളോട് പറഞ്ഞില്ല എന്നാ കാര്യം. ഈ ഹ്യൂമൻ വേയിൽ നമ്മൾ പറയുന്നതാണ്. പക്ഷേ ചിലപ്പോൾ ദൈവം അങ്ങനെയൊക്കെ പറയും, ഇവനോട് പറഞ്ഞില്ല എന്നാ കാര്യം. അങ്ങനെ നമ്മളെക്കുറിച്ച് പറയാനിടയാകരുത്. അനുസരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ സംസാരിക്കാൻ ദൈവം തയ്യാറാണ്. അപ്പോൾ സ്പിരിറ്റ് ആക്റ്റീവ് ആണെങ്കിൽ ഇതെല്ലാം നടക്കുള്ളൂ. ദൈവത്തിൻ്റെ വലിയ ഒരു ദുഃഖം ജനസിസ് ചാപ്റ്റർ 6 പറയുന്നുണ്ട്. അവിടെ നമുക്കറിയാം, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവർ തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. അവിടെ താഴെ പറയാണ്, മനുഷ്യൻ എൻ്റെ ആത്മാവ് എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡമല്ലോ. എൻ്റെ പാരഫ്രൈസായിട്ട് നമ്മൾ പഠിച്ചാൽ ഇതാണ് കർത്താവ് പറയുന്നത്. വാദിക്കുകയില്ല എന്നല്ല ശരിക്കും പറയുന്നത്. ഐ എം നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് man because he is acting as if he has only flesh. He is not opening his spirit towards me. അവൻ്റെ ആത്മാവിനെ എൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് അവൻ തുറന്നു തരുന്നില്ല. അവൻ്റെ ഇടപെടലുകൾ അവനൊരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ്. ആഫ്റ്റർ ഓൾ ഹീ ഈസ് ഓൺലി ഫ്ലഷ് എന്ന് പറയുന്നതിൻ്റെ പാരഫ്രൈസ്ഡായിട്ടുള്ള മീനിങ് അതാണ്. അവന് അവൻ്റെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ എല്ലാവരുടെയും അങ്ങനെയാണ്. അപ്പോൾ ദൈവം പറയാണ്, ഇതെന്തോ കഷ്ടമാണ്. അവൻ ചെന്നു, ദൈവത്തിൻ്റെ പുത്രന്മാർ ചെന്നിട്ട് മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. അവൻ ചോദിച്ചില്ല, കർത്താവേ ഇതിനെ കണ്ടിട്ട് കൊള്ളാമല്ലോ, ഇത് എനിക്ക് വല്ല യോജിക്കുന്നതാണോ എന്നൊന്നും ഇവൻ ചോദിക്കുന്നില്ല. ഒരു കൊച്ചിനെ കണ്ട് സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞതല്ല അവിടുത്തെ വിഷയം. അത് വിഷയമായിരിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല അവിടുത്തെ വിഷയം. അതതിൻ്റെ തുടക്കം മാത്രമാണ്. ബിക്കോസ് ഹീ ഈസ് സീയിങ് ഓൺലി വിത്ത് ഹിസ് ഔട്ടർ ഐസ്. തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുക്കാൻ കാര്യമല്ല, കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള പിള്ളേര. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് അവൻ ഡിസിഷൻ മേക്കിങ്ങിൽ നിന്ന് ദൈവത്തെ അവൻ മാറ്റി നിർത്തി. നമ്മളിന്ന് ഞാൻ തീരുമാനിച്ചോളാം, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ എടുത്തോളാം, നീ പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട. അത് പറയാൻ പോലും അവന് കമ്മ്യൂണിക്കേഷൻ ഇല്ല. കാര്യം ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയി ആ തലമുറയ്ക്ക്. കമ്മ്യൂണിയൻ പണ്ടേ നഷ്ടപ്പെട്ടു. കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? കമ്മ്യൂണിക്കേഷനും നഷ്ടപ്പെട്ടു. എന്തൊരു കഷ്ടമാണെന്ന് അവർക്ക്. അതുകൊണ്ട് കർത്താവ് അവിടെ പറഞ്ഞത് ഗോഡ് ഗ്രീവ്ഡ്. ആദ്യമായിട്ട് ദൈവം ദുഃഖിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് അവിടെയാണ്. ആദം പാപം ചെയ്തപ്പോഴും ദൈവം ദുഃഖിച്ചു, പക്ഷേ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ലിറ്ററലി ഗോഡ് ഗ്രീവ്ഡ് എന്നെഴുതിയിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ അവൻ ദൈവത്തെ കൂട്ടുപിടിക്കാതെ, ദൈവവുമായിട്ട് സംസാരിക്കാതെ, അവനിൽ തന്നെ ചുരുങ്ങി അവൻ ഡിസിഷൻ എടുത്തപ്പോഴാണ് ഗോഡ് ഗ്രീവ്ഡ്. ദൈവം ദുഃഖിച്ചു. അപ്പോൾ ഈ ദുഃഖം നമ്മളെ കാണുമ്പോൾ ദൈവത്തിനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത്.
അതായത് when you are not talking to God, when you are not waiting upon the Lord, when you are not opening your spirit towards God, ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് തുറന്നു വെച്ച് കൊടുക്കാത്ത സാഹചര്യം. നമ്മളെല്ലാം കള്ളന്മാരോ കൊള്ളക്കാരോ ആണെന്നുള്ളതല്ല വിഷയം. Do we have a proper communication with God? If we do not have a proper communication with God, what does it mean? അതിൻ്റെ അർത്ഥം എന്താ? God grieves. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, ഡു ഐ ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്? ദൈവമായിട്ട് എനിക്ക് വ്യക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി നമ്മൾ പഠിക്കണം, അതിനുവേണ്ടി നോക്കണം. കാര്യം ദൈവം അതിനാണ് നമ്മളെ ആത്മജീവികളാക്കിയത്. അതിനാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതുപോലും. കാര്യം മരിച്ചിരുന്ന നമ്മളെ ആത്മാവിനെ ജീവിപ്പിക്കുവാനായിട്ട്. എന്തിനാണ് ജീവിപ്പിക്കുന്നത്? സോ ദാറ്റ് വി മേ ഹാവ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവമായിട്ട് കമ്മ്യൂണിയൻ സംസർഗം നടക്കണമെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ അല്ലാത്തപ്പോഴും ചിലപ്പം നടന്നെന്നിരിക്കും, പക്ഷേ കമ്മ്യൂണിയൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവ് സജീവമായിരിക്കണം. റിലേഷൻ കളയാതെ റിലേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, ദേ ആക്ട് ആസ് ഇഫ് ദേ ഹാവ് ഓൺലി ഫ്ലഷ്. അവർക്ക് ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ അവർ ഇടപെടുന്നു. അപ്പം നമ്മളും ചിലപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ കണ്ടാലും നമുക്കൊരു ശരീരമേ ഉള്ളെന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും ഇടപെടുന്നത്. പക്ഷെ നമുക്കുള്ള ഏറ്റവും വലിയ ആക്റ്റീവ് പാർട്ടെന്ന് പറയുന്നത് സ്പിരിറ്റ് ആയിരിക്കണം. ബോഡി ഈസ് നോട്ട് ഈവിൾ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യം അതാണ്. വി ഹാവ് നീഡ്സ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബീയിങ്ങിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വല്ലതും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ബീയിങ്ങിൻ്റെ ലക്ഷ്യം നമ്മളുടെ ഉറവ് ദൈവത്തിൽ നിന്നാണ്. ആ ഉറവുമായുള്ള ദ സോഴ്സ് ഓഫ് മൈ ലൈഫ് ഈസ് ഗാഡ്. ആ ദൈവവുമായിട്ടുള്ള സംസർഗവും സംസാരവും, കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇത് നടക്കണം. സംസർഗം നഷ്ടപ്പെട്ടപ്പോഴും സംസാരം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. അത് അത്ര പ്രോപ്പറായിട്ട് നല്ല കാര്യമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അത് മതിയെന്നല്ല പറയുന്നത്. അതെങ്കിലും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ, ഇതിന് ശേഷമാണ് പ്രവാചകന്മാരുണ്ടാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന് ശേഷമാണ് പ്രോഫറ്റ്സ് ഉണ്ടാകുന്നത്. നോവ വാസ് എ പ്രോഫറ്റ്. എന്തുകൊണ്ടാണ്? കാര്യം ഇവൻ തുറന്നു കൊടുക്കുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പം പിന്നെ തുറന്നു കൊടുക്കുന്ന ഒരാളെ കിട്ടി. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അവൻ്റെ തലമുറയിൽ ആർക്കും കൃപ ലഭിച്ചില്ല. കൃപ ലഭിച്ചില്ലെന്ന് പറയുമ്പോൾ ആരും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് കാത് തുറന്നു കൊടുത്തില്ല. ആകെ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അവനോട് ദൈവം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞ്, നീ പോയി പറയാം. നീതി പ്രസംഗിയായ നോഹ. എന്തുകൊണ്ട് അവന് പ്രസംഗിക്കേണ്ടി വന്നു? ബിക്കോസ് ആളുകൾ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ദൈവത്തിന് ജനസമൂഹത്തോട്, പാപം ചെയ്തവരോട് തന്നെ ഒരു സന്ദേശമുണ്ട്. ഒരു പക്ഷേ ന്യായവിധിയുടെ സന്ദേശമായിരിക്കും. ആ ന്യായവിധിയുടെ സന്ദേശം പറയാൻ ഒരാൾ വേണം. അയാൾ തുറന്നു വെച്ച് കൊടുക്കണം. അപ്പോൾ ചിലപ്പം ദൈവം നമ്മൾ വാതിൽ തുറന്നു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ വാതിൽ നമ്മൾ തുറന്നു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് നമ്മളെക്കുറിച്ചും സംസാരിക്കും. ചിലപ്പം നമ്മുടെ സമൂഹത്തെക്കുറിച്ച് സംസാരിക്കും. ദൈവത്തിന് സമൂഹത്തോട് പറയാനുള്ളത് നമ്മളോട് പറയും. അവിടെയാണ് പ്രോഫറ്റ്സ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പ്രോഫറ്റ് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവന് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഈ റിലേഷൻ നമ്മൾ സൂക്ഷിക്കണം. എപ്പോഴും ആത്മാവ് തുറന്ന് വെച്ച് കൊടുക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. പ്രവാചകന്മാർ ദൈവം പറഞ്ഞത് കേട്ടവല്ല. മോശ ദൈവത്തോട് സംസാരിച്ചു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സ്നേഹിതനോടെന്നതുപോലെ സംസാരിച്ചു. ക്ലാരിറ്റിയുള്ള, ഭയങ്കര ക്ലാരിറ്റിയാണ്. അത് ഒരു ദിവസം കൊണ്ട് ക്ലാരിറ്റി ഉണ്ടാകത്തൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ആളുകൾ നമ്മളോട് ചോദിക്കും, എങ്ങനെ ദൈവശബ്ദം കേൾക്കുന്നത്, എങ്ങനെ ദൈവശബ്ദം തിരിച്ചറിയുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അപ്പോൾ അത് തിരിച്ചറിയുന്നു. ആട്
ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല. അത് നിരന്തരമായ സംസർഗത്തിലൂടെയാണ് ശബ്ദം തിരിച്ചറിയുന്നത്. ഞാനിപ്പോൾ ആഫ്രിക്കയിലെ മസായികൾ, അവർ ഇടയന്മാർ, അവരിപ്പം അവർക്ക് എല്ലാ ആടുമായിട്ടും കമ്മ്യൂണിക്കേഷനുണ്ട്. അവരോരോ ആടിനെയും കറക്റ്റായിട്ട് വിളിക്കും, ആട് വരികയും ചെയ്യും. ഇതൊരു ദിവസം കൊണ്ടൊന്നുമല്ല. ഞാനിപ്പം അത് പറയാൻ തമാശയ്ക്ക് ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചോ, മസായി. അപ്പം ഞാനൊരാടിനെ വാങ്ങിച്ചു. അതിൻ്റെ പേര് മണിക്കുട്ടി എന്നായിരുന്നു. ഞാനതിനെ വാങ്ങിച്ച് മേരിക്കുട്ടി എന്ന് പേരിട്ടു. മേരിക്കുട്ടി എന്ന് പേരിട്ടിട്ട് പിറ്റേ ദിവസം മേരിക്കുട്ടി എന്ന് വിളിച്ചാലൊന്നും ആട് ഓടി വരത്തൊന്നുമില്ല. കാര്യം ഇന്ന് വരെ അത് കേട്ടിരുന്നത് എന്തുവാ, മണിക്കുട്ടി എന്നാണ്. പക്ഷേ എങ്ങാണ്ടും ഒരു ശബ്ദം കേൾക്കുന്നല്ലോ എന്നൊരു ഇത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മേരിക്കുട്ടി എന്ന് വിളിച്ച് കൊണ്ട് തീറ്റി കൊണ്ട് കൊടുത്തു. മേരിക്കുട്ടി എന്ന് വിളിച്ച് തലോടി, മേരിക്കുട്ടി എന്ന് പറഞ്ഞ് വെള്ളം കുടിപ്പിച്ചു, മേരിക്കുട്ടി എന്ന് വിളിച്ചൊന്ന് കയ്യിലൊന്ന് എടുത്തു. അപ്പോൾ ഇതെന്ത് ചെയ്യും, എൻ്റെ പേര് ഇനിയിപ്പോൾ മണിക്കുട്ടി എന്നല്ലല്ലേ. ക്രമേണ മാറുകയാണ്. എൻ്റെ ശബ്ദം പെരിയ ആട് മനസ്സിലാക്കുക. ഒരു ദിവസം കൊണ്ടൊന്നുമല്ല. അങ്ങനെ പല നാളുകൾ കഴിയുമ്പോൾ എത്ര വിദൂരത്തിൽ ആട് തിന്നോണ്ടിരിക്കുകയാണെന്ന് വെച്ചു. ഞാൻ ഇവിടെ നിന്ന് മേരിക്കുട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ആടിൻ്റെ ഇതേ ഈ ഇടയൻ വിളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചെവി ഇങ്ങനെ കൂർത്തു വരുന്നതാണ്. ചെവി ഇങ്ങനെ സ്ട്രെയിറ്റ് ഉണ്ടാകും. ആദ്യം മേരിക്കുട്ടി എന്ന് വിളിക്കുമ്പോൾ ചെവി സ്ട്രെയിറ്റനാകുന്ന കാണാം. എന്നറിയാമോ, ഇത് ബാക്കി എല്ലാ ശബ്ദത്തിൻ്റെ നേരെ കാതടയ്ക്കുകയാണ്. മറ്റേ ശബ്ദം എല്ലാം ഇതങ്ങ് അടച്ചു കളയും. അടുത്ത പ്രാവശ്യം മേരിക്കുട്ടി എന്ന് വിളിക്കും, മേ എന്ന് പറഞ്ഞാൽ ഒറ്റ ഓട്ടമാണ്. ശരിക്കും ശബ്ദം കേൾക്കണമെങ്കിൽ വേറെ നോയ്സ്. ഇഫ് യു വാണ്ട് ടു ഹിയർ ദ വോയിസ് ഓഫ് ജീസസ്, യു നീഡ് ടു ക്ലോസ് യുവർ ഇയേഴ്സ് ടുവേർഡ്സ് ദ നോയ്സസ് ഓഫ് ദ വേൾഡ്. അന്നേരമാണ് ക്ലിയറായിട്ട് ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. 100 കൂട്ടം ശബ്ദങ്ങൾക്കിടയ്ക്ക്, അല്ലെങ്കിൽ ചെവി തുറന്നു വച്ചിരിക്കുകയാണ്, എല്ലാത്തിനും വേണ്ടി ചെവി തുറന്നു വച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശബ്ദം തിരിച്ചറിയാൻ കഴിയില്ല. ശബ്ദം ചിലപ്പോൾ കേൾക്കുമായിരിക്കും, പക്ഷേ തിരിച്ചറിയാൻ കഴിയത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങോട്ട് സംസാരിക്കണം, ഇങ്ങോട്ട് സംസാരിക്കണം. സങ്കീർത്തനങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഈ ഒരു സങ്കീർത്തനം മാത്രമല്ല, ഏത് സങ്കീർത്തനം, സങ്കീർത്തനങ്ങളിൽ നല്ലൊരു ശതമാനവും സങ്കീർത്തനക്കാർ ദേ സ്പീക്ക് ടു ഗോഡ്, അല്ലേ? ദൈവമേ നീ എൻ്റെ ദൈവം, അധികാരത്തെ എല്ലാം സംസാരിക്കുന്നില്ല. ആരോട്? ദൈവത്തോട്. അപ്പോൾ ഇവർ ചെന്നങ്ങ് ഹൃദയം അങ്ങ് തുറക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പ്. അത് ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ചെന്നങ്ങ് പറയും. എനിക്ക് സങ്കീർത്തനക്കാരോടുള്ള വലിയ സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാ ഫ്രീഡം അവന്മാർക്ക്. ചെന്ന് ദേഷ്യപ്പെടാനൊന്നും ഒരു മടിയില്ല. യഹോവയെ എത്രത്തോളം എന്തോ ചിന്തിച്ചോണ്ടാണ് ഈ നടക്കുന്നത്, ഞാൻ എത്ര നാളായി നോക്കിയിരിക്കുന്നു. ചില പാരഫ്രൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഇവിടെ അറുതിയില്ലേ എന്നൊക്കെ ചെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? സങ്കീർത്തനക്കാരന് ഉണ്ട്. എന്നുവെച്ചാൽ വഴക്കുണ്ടാക്കണമെന്നല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്, അതൊരു ഭയങ്കര ഫ്രീഡമാണ്. അത് റിലേഷൻ ഉള്ളതുകൊണ്ടാണ് ഫ്രീഡം, ഇല്ലേ? എൻ്റെ കൊച്ചിപ്പോൾ എൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ എത്ര നാളായിട്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയും. പക്ഷേ അയൽവക്കക്കാരുടെ അടുത്ത് എന്ന് പറയുമോ? പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എന്ന് പറയുമോ? ഇല്ല. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചെന്ന് നിൽക്കുമായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് കൊച്ചിന് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. എന്തുകൊണ്ടാണ്? റിലേഷൻ ഉണ്ട്, ഫ്രീഡം ഉണ്ട്. നമുക്ക് റിലേഷൻ ഉണ്ടെങ്കിലേ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള വാതിൽ കർത്താവ് തുറന്നു എന്താണ്? ദൈവ സംസർഗം സാധ്യമാക്കി തീർന്നു. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ദൈവത്തോട് സംസാരിക്കണം, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കണം. ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ. കമ്മ്യൂണിക്കേഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ശബ്ദം കേൾക്കാൻ കർത്താവ് നോക്കിയിരിക്കുക. കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കുകയും വേണം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്നത് കൈൻഡ് ഓഫ് സ്പിരിച്വൽ റിട്ടാർഡേഷൻ. ഞാനൊരു വാക്ക് സാധാരണ പറയാറുണ്ട്, സ്പിരിച്വൽ റിട്ടാർഡേഷൻ.
ഇപ്പം മെൻ്റലി ചലഞ്ച്ഡായിട്ടുള്ള ഒരു കൊച്ച്, ആ കൊച്ചിൻ്റെ അടുത്ത് അപ്പൻ ചെന്ന് എന്തെല്ലാം പറയുന്നു, മോനെ കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻ്റലി അത് ചാലഞ്ച്ഡാണ്, അത് റിട്ടാർഡാണ്. ഈ അപ്പൻ പറയുന്ന ഒന്നും അതിന് മനസ്സിലാക്കാനൊന്നും കഴിയുന്നില്ല, ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. എന്തൊരു സങ്കടമാണ് നമുക്കല്ലേ. എൻ്റെ കുഞ്ഞ് ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ കുഞ്ഞെൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്തൊരു ദുഃഖമായിരിക്കും. നമ്മളോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൈൻഡിലല്ല, നമ്മളോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്പിരിറ്റിലാണ്. അത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, അതിനടുത്ത് നമ്മൾ സ്പിരിച്വലി റിട്ടാർഡാണെന്നാണ്. അത് ദൈവത്തിന് എന്തൊരു ദുഃഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർത്താവിൽ നിന്നുള്ള സംസാരം കേൾക്കത്തക്ക നിലയിൽ ആ ഒരു സ്പിരിച്വൽ കൈൻഡ് ഓഫ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാണ്. അത് നമ്മൾ അറിയണം, നമ്മൾ അനുഭവിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അവനോട് ചെന്ന് ചിലപ്പം നമ്മുടെ വേദനകളൊക്കെ ചെന്നങ്ങ് പറ. അത് പറഞ്ഞതിനൊന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സങ്കീർത്തനക്കാരോടുള്ള എൻ്റെ സന്തോഷം അതാണ്. അവൻ്റെ വേദനകളും അവൻ്റെ ദുഃഖവും അവൻ്റെ ദേഷ്യം പോലും അവൻ ചെന്ന് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻ്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. റിലേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഗുണം, നമ്മുടെ റിലേഷൻ നമ്മൾ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പം യേശുവിൻ്റെ അടുത്ത് പിശാച് പ്രലോഭകൻ വന്ന് പരീക്ഷിക്കുമ്പോൾ യേശുവിനോട് പിശാച് ചോദിക്കുകയാണ്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ് then turn these stones into loaves of bread. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ, ഒരു സംശയമാണ്, യു ആർ സെയിങ് ദാറ്റ് യു ആർ സൺ ഓഫ് ഗോഡ്, റൈറ്റ്? ഹൗ can you know that? Are you sure? Putting doubt in the heart of people. അത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. നമ്മുടെ അടുത്തും പിശാചി എന്ന് പറയും, നീ വലിയ ദൈവമകനാണെന്നൊക്കെ പറയുന്നത് കേട്ടോ, ശരിയാണോ? എങ്ങനെ നിനക്കറിയാം? ഉറപ്പുണ്ടോ നിനക്ക്? എന്നിട്ട് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്താ വിശന്നിരിക്കുന്നത്? ഇതാ മറ്റേ ചോദ്യം. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, വൈ യു ആർ ഹംഗ്രി? പിശാച് നമ്മളോട് പറയുന്നതാണ്, നീ വലിയ ദൈവമകനാണെന്ന് പറഞ്ഞിട്ട് നിനക്കെന്നാ ഒരു ഉയർച്ചയില്ലാത്തത്? നീ ദൈവമകനാണെന്ന് പറഞ്ഞിട്ട് നിൻ്റെ വീട്ടിലെന്താ എന്തോ ഈ പ്രശ്നം? നീ ദൈവമകനാണെന്ന് പറഞ്ഞിട്ട് നിൻ്റെ പിള്ളേരെന്നാ എതി പിടിക്കാത്തത്? നീ ദൈവമകനാണെന്ന് പറഞ്ഞിട്ട് നിനക്കെന്നാ ഈ രോഗം മാറാത്തത്? അപ്പോൾ സാധാരണ എന്ന് പറയുന്നത് ദൈവമകനാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെ പിന്നെ എന്തോന്ന് ദൈവമകൻ? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ദെൻ വൈ യു ആർ ഹംഗ്രി? ഇത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. വെനെവർ വി ആർ ഇൻ ട്രബിൾ, എപ്പോഴൊക്കെ നമ്മൾ പ്രശ്നങ്ങളിലാകുന്നുവോ, എപ്പോഴൊക്കെ പ്രതിസന്ധിയിലാകുന്നു, അപ്പോഴെല്ലാം പിശാച് വന്നിട്ട് പറയും, ഇറ്റ് ഈസ് ബിക്കോസ് യു ആർ നോട്ട് ട്രൂലി ദ ചൈൽഡ് ഓഫ് ഗോഡ്. ഇഫ് യു ആർ ട്രൂലി ദ ചൈൽഡ് ഓഫ് ഗോഡ് then certainly നീ വെറുതെ ഹംഗ്രി, നീ വിശന്നിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് പ്രസംഗകരും വന്ന് പറയും, നീ ദൈവപൈതലാണെങ്കിൽ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വിശക്കുകയില്ല, നിനക്ക് രോഗം വരികയില്ല എന്നൊക്കെ വന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് അവിടെ വിജയിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ പറയും, കർത്താവ് പറഞ്ഞു ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ഇവർ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാവുകയില്ല. ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണ്ടേ? കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, യു ഹാവ് ട്രബിൾസ് ഇൻ ദിസ് വേൾഡ്. ഇവർ പറയുന്നു കഷ്ടം ഉണ്ടാവുകയില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഐ ആം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ പലപ്പോഴും ഈ ഒത്തിരി പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഈ അപകടം
അവിശ്വാസികൾക്കും ഉണ്ടാകും, വിശ്വാസികൾക്കും ഉണ്ടാകും. രോഗം അവിശ്വാസികൾക്കും ഉണ്ടാകും, വിശ്വാസികൾക്കും ഉണ്ടാകും. മരണം അവിശ്വാസികൾക്കും ഉണ്ടാകും, വിശ്വാസികൾക്കും ഉണ്ടാകും. വിശ്വാസിക്ക് മരണം ഉണ്ടാകത്തില്ലെന്ന് പറയാൻ പറ്റുമോ? രോഗം ഉണ്ടാകത്തില്ലെന്ന് പറയാൻ പറ്റുമോ? കഷ്ടം ഉണ്ടാകത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടാകും. പക്ഷെ അത് അവിശ്വാസിക്കുമുണ്ട്. പിന്നെന്താ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ ആൾക്കാർ ചോദിക്കും, പിന്നെന്താ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്നറിയാമോ? അവർക്കും കഷ്ടമുണ്ട്, നമുക്കും കഷ്ടമുണ്ട്. പക്ഷേ അവരുടെ കഷ്ടത്തിൽ അവർ ഒറ്റയ്ക്കാണ്, നമ്മുടെ കഷ്ടത്തിൽ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഇതാണ് അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ വിശേഷത എന്താ? നമുക്ക് കഷ്ടമുണ്ടാകത്തില്ലെന്നുള്ളതല്ല. നമ്മുടെ വിശേഷത നമ്മൾ സമൃദ്ധിയിൽ ജീവിക്കുമെന്നല്ല. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മോസസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ ഓടിച്ചു പറയാം, എടാ നീയും മിസ്രയീം ദേശത്ത് നീ കൊണ്ടുവന്ന ജനവും പൊക്കോ, ഞാൻ നിനക്ക് ആ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിനക്ക് തരും. നീ യുദ്ധമൊന്നും ചെയ്യണ്ട, ഞാനൊരു ദൂതനെ അയച്ച് എല്ലാവരെയും ഒതുക്കി പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ ഞാൻ നിൻ്റെ കൂടെ വരത്തില്ല. ഈ ചിലപ്പോൾ ദൈവത്തിൻ്റെ വർത്തമാനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ രസമാണ്. ഞാൻ ചിലപ്പോൾ ആലോചിച്ച്, ഇതിനെ കർത്താവ് പറഞ്ഞത്, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനവും. കർത്താവ് തന്നെ പറഞ്ഞു ഞാനാണ് കൊണ്ടുവരുന്നത് അല്ലേ? എന്നിട്ട് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്. ഇപ്പം മോശയോട് പറയുന്നത് ഞാൻ അവരെ കൊണ്ടുവരും, നീ അവരെ നയിച്ചുകൊണ്ട് പോകണമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നീ കൊണ്ടുവരുന്നൊന്നുമല്ല. ആരാ മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതാരാ? ദൈവം. കൊണ്ടുവന്നതാരാ? ദൈവം. പിന്നെ ഇപ്പം എന്തോ ഇങ്ങനെ പറയുന്നത്, നീ കൊണ്ടുവന്നവരെ നീയും കൊണ്ടുപോയിക്കോളാൻ. എന്നാ കർത്താവ് പറയുന്നറിയാമോ? എടാ ഇന്ന് വരെ അവർ മനസ്സിലാക്കിയിട്ടില്ല ഞാനാ കൊണ്ടുവന്നത്, അവർ പറയുന്നത് നീയാന്നാ. അതുകൊണ്ടാണ് 32-ാം അധ്യായത്തിൽ പറയുന്നത്, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ഈ പുരുഷൻ എന്തോ സംഭവിച്ചെന്നോ ഞങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ദൈവത്തെ ഉണ്ടാക്കി തരിക. അപ്പോൾ അവർ പറയുന്നത് എന്താ? ഞങ്ങളെ ആരാ കൊണ്ടുവന്നത്? മോശ. ദൈവം പറഞ്ഞു, ചില ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവന്മാരെ കൊണ്ടുവന്നത്, ഇപ്പോഴും ഇവന്മാർ പറയുന്നത് ആരാന്നാ? മോശയാണ്. കർത്താവ് മോശ വിളിച്ചിട്ട് പറയാം, എടാ അവർ പറയുന്നത് നീയാ കൊണ്ടുവന്നത്, എന്നാൽ പിന്നെ നീയാ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ വേദസം വായിച്ചാൽ നമ്മൾ ചിരിച്ചൊരു പരിവായി പോകും. അതിനകത്ത് ഈ ഹ്യൂമർ മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പറഞ്ഞ് പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ദേശമെല്ലാം മരുഭൂമിയാക്കത്തൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അതുതന്നെ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ വാഗ്ദത്തം ചെയ്ത ദേശം അതുപോലെ നിനക്ക് തന്നേക്കാം, പാലും തേനും എല്ലാം തരാം. പിന്നെ നീ പോയി അവിടെ യുദ്ധമൊന്നും ചെയ്യണ്ട, ഞാൻ നിനക്ക് മുമ്പിൽ ഒരു ദൂതനെ അയക്കും, അവൻ വന്നെല്ലാം നിരപ്പാക്കി തരും, നീ പോയി താമസിച്ചു കൊള്ളുപോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, വേദപുസ്തകത്തിലെ ദുഷ്ടകഥാപാത്രങ്ങൾ പോലും നമ്മളെക്കാളും നല്ലവരാണെന്ന് പറഞ്ഞില്ലേ? ഈ അടുത്ത വാക്യം വായിച്ചപ്പോൾ എനിക്ക് അതിനേക്കാളും അത്ഭുതം. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ഇസ്രായേൽ ജനം കരഞ്ഞു. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, ഓ ദൈവം എന്ത് കരുണയുള്ളവനാ, നമ്മൾ ഇത്രയും തോന്നിവാസമെല്ലാം കാണിച്ചിട്ടും കർത്താവ് പറഞ്ഞെന്തുവാ? പൊക്കോ തന്നെയല്ല, ദൂതനെ അയക്കാമെന്നും പറഞ്ഞു. ഓ ദൈവം എന്തോ കരുണയുള്ളവനല്ലേ. പിന്നെ അവൻ വരത്തില്ലെന്ന് പറഞ്ഞു, എന്നാലും ദൂതനുണ്ടല്ലോ. നമുക്ക് ദേശവുമുണ്ട്, ദൂതനുമുണ്ട്, കാവലുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവം തരാമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാം. ഇന്ന് നമ്മളാണെങ്കിൽ സാധാരണ രീതിയിൽ ഇത്രയേ പറയത്തുള്ളൂ. പക്ഷേ ഈ വിഗ്രഹാരാധികളായ മരുഭൂമിയിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾ പറയാണ്, ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ഇസ്രായേൽ ജനം കരഞ്ഞു. അവർക്ക് മനസ്സിലായി ഇത് ദോഷമാണെന്ന്. നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നമുക്ക് ആകപ്പാടെ പാലും തേനും കിട്ടിയാൽ മതി. പക്ഷേ മോശയ്ക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവൻ പറഞ്ഞു, കർത്താവേ ഞങ്ങൾ പോകത്തില്ല, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. ഞങ്ങൾക്കിതൊന്നുമല്ല വേണ്ടത്. ഞങ്ങൾക്ക് പാലും തേനുമോ ദേശമോ ദൂതനോ ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയാ. നീ ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. അതിനോട് ചേർന്ന് പറയുന്ന വാചകം, നീയും നിന്റെ ജനവും സർവ്വജനത്തിലും വെച്ച് ശ്രേഷ്ഠന്മാരെന്ന് എങ്ങനെ അറിയാം? എങ്ങനെയാ വാക്യം പറഞ്ഞിരിക്കുന്നത്? എന്തോന്നിനാൽ അറിയാം ഞങ്ങൾ സകല ജാതികളിലും വെച്ച് ശ്രേഷ്ഠതയുള്ളവരാണ്. ആ
അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. നോക്കുക, ഭൂലോകത്തിലുള്ള സകല ജനതകളിലും വെച്ച് നമ്മൾ വിശേഷതയുള്ള, അല്ലെങ്കിൽ നമ്മളെ വിശേഷതയുള്ളവരാക്കുന്നത് എന്താണ്? ദൈവസാന്നിധ്യമാണ്, അല്ലാതെ സമ്പത്തല്ല, വലിയ വലിയ പദവികളല്ല, ഒന്നുമല്ല. മോശയ്ക്കത് മനസ്സിലായി. മോശയ്ക്കത് മനസ്സിലായത് അവന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുണ്ടാണ്. അവൻ പറഞ്ഞ്, നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾക്ക് ദേശമൊന്നുമല്ല വലുത്, ഞങ്ങൾക്ക് നീയാ വലുത്. ഇതിവൻ എങ്ങനെ മനസ്സിലായത്? ബിക്കോസ് ഓഫ് അവൻ ആ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ദൈവം മാത്രം മതി എന്നൊക്കെ പറയാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം പുറകെ പോകും. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്, ആത്മാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. പിശാച് യേശുവിനോട് പറഞ്ഞു, നീ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക. നീ എന്തിനാ ഈ ദൈവത്തെ നോക്കിയിരിക്കുന്നത്? അല്ല, നിനക്ക് ശക്തി ഉണ്ടല്ലോ, നീ ചെയ്യ. കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക. കർത്താവ് കൽപ്പിച്ചാൽ കല്ലപ്പമാകത്തില്ലേ? ആകും. പക്ഷെ കർത്താവ് പറഞ്ഞു, യു നീഡ് ടു നോ വൺ തിങ്, ഐ എം നോട്ട് അലോൺ, ഐ ഹാവ് എ ഫാദർ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. Man shall not live by bread alone, but every word that proceeds from the mouth of the Lord enlivens me. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഞാൻ കേൾക്കുന്നു, അതെന്നെ ജീവിപ്പിക്കുന്നു. അപ്പം എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. I hear the voice of my father and that enlivens me, and that is the proof that I am his son. ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളതിൻ്റെ തെളിവ് കല്ലപ്പമാകുന്നതല്ല. നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ വിടുതൽ കിട്ടിയാൽ നമുക്കറിയാം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ അറിയുന്നു? അല്ലെങ്കിൽ മരിച്ചവർ ഉയർത്താൽ ഉടനെ നമുക്കറിയാം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അത്ഭുതമാണ് മാനുഷിക നിലയിൽ നമ്മൾ ദൈവവും നമ്മളും തമ്മിലുള്ള റിലേഷനെ അളക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞു, നോ, ഹൗ ക്യാൻ ഐ നോ ദാറ്റ് ഐ ആം ദ സൺ ഓഫ് ഗാഡ്? ബിക്കോസ് ഐ ഹാവ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് മൈ ഫാദർ ദാറ്റ് റീച്ചസ് മീ. എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ് ദാറ്റ് റീച്ചസ് മീ. അത് എന്നിൽ എത്തുന്നു. അവിടെ നിന്ന് ദൈവം സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ദാറ്റ് എൻലിവൻസ് മീ, അതെന്നെ ജീവിപ്പിക്കുന്നു. അതാണ് ഞാൻ അവൻ്റെ മകനാണെന്നുള്ളതിൻ്റെ തെളിവ്. നമ്മൾ ദൈവമക്കളാണെന്നുള്ളതിൻ്റെ തെളിവും അതുതന്നെയാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. The Spirit beareth witness in my spirit that we are the children of God. ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ് എൻ്റെ ബീയിങ്ങിനെ കുറിച്ച് എനിക്ക് ബോധ്യം തരുത്തുന്നത്. ആ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എനിക്കിപ്പോൾ വേറെ തെളിവൊന്നും ആവശ്യമില്ല. ബിക്കോസ് ഐ ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. ഞാൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ പിതാവ് എന്നോട് സംസാരിക്കുന്നുണ്ട്. അവൻ എന്നോട് അവൻ്റെ ഇഷ്ടങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ അനുസരിക്കുന്നു. ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഐ സ്പീക്ക് ടു ഹിം, ഹീ സ്പീക്സ് ടു മീ. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോലോഗ് അല്ലല്ലോ, ഒരു ആൾ മാത്രം സംസാരിക്കുന്നതല്ലല്ലോ കമ്മ്യൂണിക്കേഷൻ. നമ്മളിതിൽ മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ ആകുന്നില്ല. ആ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനലൈസ് ചെയ്ത് കൊച്ചെന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. ഇതുപോലെ ദൈവം സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുക മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്യാനും പഠിക്കണം. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമല്ല. അതൊന്നും നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ പറയില്ല കേട്ട അനുസരിക്കുക എന്ന് പറയുമല്ലോ. കേട്ടാൽ മാത്രം പോലെ എന്തോടെ വേണം? അനുസരിക്കണം. അനുസരണം വേണ്ടാന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്.
അനുസരണം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത് ദൈവം കൃപയാൽ നമുക്കിങ്ങ് തരുന്നത്. അതുകൊണ്ട് നമ്മുടെ അനുസരണം ഇതിനകത്ത് ഇന്നവിറ്റബിൾ അല്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അനുസരണമില്ലാത്തൊരു വിശ്വാസത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. വലിയ വർത്തമാനമൊന്നും പറഞ്ഞിട്ട് വലിയാത്ത കാര്യമൊന്നുമില്ല. പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെവികളെ കേൾക്കുന്നുണ്ടോ എന്നുള്ളതല്ല. ഞാൻ റെസ്പോണ്ട് ചെയ്യണം, ഞാൻ അനുസരിക്കണം. അനുസരണം അനിവാര്യമാണ്. അല്ലെങ്കിൽ എന്താ തെളിവ്? ഇപ്പം ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ജെസ്സി എന്നോട് അങ്ങ് ഭയങ്കരമായിട്ട് ഐ ലവ് യു സോ മച്ച് ഹണി എന്താ എവിടെ നിന്നെങ്കിലുമൊക്കെ ഡിക്ഷണറി നോക്കി കുറച്ച് വാക്കെല്ലാം കൂടെ പഠിച്ച് ഞാനങ്ങ് ഭയങ്കര ഇതായിട്ടെല്ലാം പറഞ്ഞ് വിടത്തില്ല. ഭയങ്കര എന്ന് വെച്ചു. നമ്മൾ ചിന്തിക്കുമോ എന്തൊരു സ്നേഹം. ഞാൻ പറഞ്ഞു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ദാഹിക്കുന്നു. യു നോ ഐ ലവ് യു സോ മച്ച്. ഐ നോ ദാറ്റ് യു ആർ ടയർഡ് ബട്ട് യു നോ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നല്ല കാര്യം വല്ലതും ഉണ്ടോ? ഇത്രയും വർത്തമാനം പറഞ്ഞതിനേക്കാളും നല്ലതാണ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അനുസരിക്കാൻ മനസ്സില്ലാതെ അല്ല. അനുസരണം ഞാൻ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കത്തില്ലയോ? നിങ്ങളുടെ സ്നേഹം അപ്പം ഉപാധികളുള്ള സ്നേഹമാണോ? ഇതൊക്കെയാണല്ലോ കൃപക്കാർ പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഉപാധികളൊന്നുമില്ല, അതിൻ്റെ റെസ്പോൺസ് ഒന്നും അതിനകത്ത് വിഷയമില്ല എന്നൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്. നോ, റെസ്പോൺസ് വിഷയമാണ്. എൻ്റെ ഭാര്യയോട് നിങ്ങളുടെ സ്നേഹമാണ്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? എന്തോ നിങ്ങളിപ്പം വന്ന് എന്തോ അനുസരിച്ചാലേ സ്നേഹിക്കത്തുള്ളൂ നിങ്ങൾ, ഇതെന്തോ സ്നേഹമാണ് എന്ന് വല്ലതും പറയും. എടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരാൻ പറഞ്ഞ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അതൊന്നും ചെയ്യാൻ വയ്യായോ? മലമറിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. എന്തിനാ കൽപ്പന? അനുസരണം അനിവാര്യമല്ലെങ്കിൽ പിന്നെ കൽപ്പന ആവശ്യമില്ലല്ലോ. ഭാരമുള്ളതൊന്നുമല്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷനകത്ത് അനുസരണമുണ്ട്. അനുസരണം വേണ്ടാന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അനുസരണമുണ്ട്. പിന്നെ എനിക്ക് ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ പുറത്താക്കുമെന്നുള്ള ചോദ്യത്തിനകത്തൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അതും തിരക്കിയൊന്നുമല്ലല്ലോ ഇവിടെ ജീവിക്കുന്നതാണോ? നിങ്ങൾക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇനി എന്നെ പുറത്താക്കിയാലോ എന്നുള്ള പേടിയിലൊന്നുമല്ല എൻ്റെ ഭാര്യ ജീവിക്കുന്നത്. അത് വേറെ കാര്യം. പക്ഷേ എന്ന് വെച്ചാൽ അവൾ വെള്ളം തരായിരിക്കും. വെള്ളം തരുന്നത് അവളുടെ ഒരു പ്രിവിലേജായിട്ട് അവൾ ചിന്തിക്കുന്നത്. ഞാൻ കർത്താവിനെ അനുസരിക്കുന്നത് പേടിച്ചൊന്നുമല്ല. ചിലർ പറയും സാജു ബ്രദർ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അല്ലെ അങ്ങനെ പറഞ്ഞ് സ്ഥലം ഇപ്പോൾ കേൾക്കുന്നൊരു ഇതാ, അങ്ങനെ കയറി എന്നാൽ മനുഷ്യനെ ചുമ്മാ അങ്ങ് പേടിപ്പിക്കുന്നു. എന്തിനേ പേടിക്കുന്നത്? അനുസരിക്കാൻ മനസ്സില്ലാത്തവൻ പേടിച്ചാൽ പോരെ? അനുസരിക്കാൻ മനസ്സുള്ളവന് പേടിക്കേണ്ട കാര്യമല്ലോ ഉള്ളൂ. ഇല്ല, ഞാൻ കർത്താവിനെ അനുസരിക്കുന്നത് ഇല്ലെങ്കിൽ എന്നെ ചവിട്ടി പുറത്താക്കുമെന്നുള്ള പേടിയിലൊന്നുമല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, അനുസരണം അനിവാര്യമല്ലെന്ന് പറയരുത്. കാര്യം വിശ്വാസത്തിൽ അനുസരണം ഉള്ളടങ്ങിയിട്ടുണ്ടെന്നല്ല പറയുന്നത്. വിശ്വസിക്കുന്നവൻ അനുസരിക്കും, സ്നേഹിക്കുന്നവൻ അനുസരിക്കും. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെൻറ്റ്സ്. അല്ല ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പം കമാൻഡ്മെൻറ്റ്സ് അനുസരിച്ചില്ലെന്ന് വെച്ചാൽ എൻ്റെ സ്നേഹത്തിന് അതിന് കുറവ് വല്ലതും ഉണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. അത് റിലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? പക്ഷേ കമ്മ്യൂണിക്കേഷനകത്ത് എന്തുകൂടെ റെസ്പോൺസും കൂടെ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു മകൻ, അനുസരിക്കുന്നവനിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമുക്ക് കർത്താവ് പറഞ്ഞ ഉപമയുണ്ടല്ലോ, 2 മക്കൾ. മൂത്തവൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പൻ പറഞ്ഞു, എടാ നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ ലെവലിൽ അവനാണെങ്കിൽ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുക, ക്രിക്കറ്റ് കളിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ. അന്നേരമാണ് അപ്പൻ വന്ന് പറഞ്ഞത് ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി പണിയെടുക്കാൻ. അവൻ പറഞ്ഞു പിന്നെ മുന്തിരിത്തോട്ടത്തിൽ ഇപ്പോൾ നാളെ പോയാലും മതി, ഇന്ന് കളി കഴിഞ്ഞിട്ടുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ അവന് കളിയാണ് വലിയ കാര്യം. അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് ചിന്തിച്ചു അപ്പനെ അനുസരിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കളി അങ്ങ്, അല്ലെങ്കിൽ കളി കാണുന്ന എൻ്റെ പ്ലഷർ, എൻ്റെ ആ സുഖം നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അവനൊരു
പ്രസാദം പറഞ്ഞ് ഐ വിൽ നോട്ട് ഗോ. രണ്ടാമത്തെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും കളി കണ്ടുകൊണ്ടിരിക്കുക. അവൻ പറയുന്നത് ഐ വിൽ ഗോ സർ, സർ എന്നാണ് പറയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാ, ഐ വിൽ ഗോ സർ. അപ്പനെ വിളിക്കുക. അപ്പനോട് പറയുന്നത് ഞാൻ പോകാം അപ്പാന്ന അല്ല, ശരിക്കും ഒറിജിനലി എഴുതിയിരിക്കുന്നത് ഐ ഗോ സർ എന്ന്. കാര്യം അവൻ്റെ റിലേഷൻ അത്രയേ ഉള്ളൂ. അവനും കളി കണ്ടുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു ഐ വിൽ ഗോ. പക്ഷെ അന്നേരമേ അവൻ്റെ മനസ്സിലുണ്ട് ഞാൻ പോകത്തില്ല, കാര്യം കളി കളയാൻ അവന് വയ്യ. രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്നാൽ ആദ്യത്തവൻ അപ്പൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ചിന്തിച്ചു, എടാ കളി ഏതെങ്കിലും ഒരുത്തൻ ജയിക്കും, ജയിക്കുന്നവൻ കപ്പും കൊണ്ട് പോകും, കളിച്ചവനെല്ലാം കാശും കിട്ടും. ഞാനിതിൻ്റെ പുറകെ ഇരുന്നിട്ട് എൻ്റെ അപ്പനെ ദുഃഖിപ്പിച്ചിട്ട് എനിക്കെന്താ കാര്യം? യുവമാരാരെങ്കിലും എനിക്കെന്തെങ്കിലും തരുമോ? യുവമാരോടുള്ള എനിക്കെന്നെ ബന്ധം? ഇവിടെ എൻ്റെ അപ്പനെ ദുഃഖിപ്പിച്ച് എനിക്ക് കളി കാണണ്ട, എനിക്ക് വലുത് എൻ്റെ അപ്പനാ. അവൻ അനുതപിച്ചു. അനുതപിക്കുക മാത്രമല്ല, അനുതപിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ, അവൻ അനുസരിച്ചു. അനുതാപം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? അനുസരിക്കുമ്പോഴാണ് അനുതാപം പൂർണ്ണമാകുന്നത്. അനുതപിച്ചാൽ മാത്രം പോലെ, എന്തോ വേണം? അനുസരിക്കണം. അവൻ ആദ്യം റെസ്പോണ്ട് ചെയ്തത് ശരിയായ നിലയിൽ അല്ലെങ്കിൽ പോലും പിന്നീട് അവൻ അനുതപിച്ചു. അവൻ പറഞ്ഞു എനിക്ക് കളിയല്ല വലുത്, എനിക്ക് എൻ്റെ അപ്പനാ വലുത്. എൻ്റെ അപ്പനെ ദുഃഖിപ്പിച്ച് എനിക്ക് കളി കാണണ്ട, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഐ ഡിലൈറ്റ് ഇൻ ഡൂയിങ് ദ വിൽ ഓഫ് മൈ ഫാദർ. സോ ഹി ഡിഡ് ഇറ്റ്. അതാ എൻ്റെ വലിയ സന്തോഷം. എൻ്റെ അപ്പൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. ലോകം വേറെ എന്തോ പ്ലഷർ കൊണ്ടു വെച്ചാലും ഞാൻ അതിൻ്റെ പുറകെ പോകത്തില്ല. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പം എനിക്കിഷ്ടമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രിക്കറ്റ് കളിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഒരു അനുസരിക്കണമെങ്കിൽ ഇച്ചിരി കോസ്റ്റ് കൊടുക്കേണ്ടി വരുമെന്നേ. കോസ്റ്റ് കൊടുക്കാതെ അനുസരിക്കാൻ പറ്റില്ല, വില കൊടുക്കാതെ അനുസരിക്കാൻ പറ്റില്ല, വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കുന്നതാണ് എൻ്റെ സന്തോഷം. ആ വില കൊടുക്കുന്നതാണ്. അതിൽ കർത്താവ് എല്ലാം നടത്തിക്കോളും. കർത്താവ് വന്ന് വണ്ടിയെ കയറ്റി അവിടെ കൊണ്ടുപോയി നിൻ്റെ കയ്യിൽ പിടിച്ച് നിന്നെ കൊണ്ട് കിളപ്പിക്കും എന്നൊന്നും അല്ലല്ലോ അവിടെ പറയുന്നത്. ആ എൻ്റെ ഡിസിഷനാണ്, എൻ്റെ തീരുമാനം. എൻ്റെ തീരുമാനത്തിന് അവിടെ പ്രസക്തി ഉണ്ട്. എൻ്റെ തീരുമാനത്തിന് ഒരു പ്രസക്തിയും ഇല്ലെന്നുള്ള ദൈവശാസ്ത്രം കറക്റ്റല്ല. എൻ്റെ തീരുമാനത്തിന് പ്രസക്തിയുണ്ട്. മറ്റവൻ്റെ തീരുമാനം അവന് സുഖിച്ച് അവന് അവിടെ ഇരുന്ന് കളി കണ്ടു പോയി, വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ ബോധ്യത്തോടുകൂടെ അവനെ അനുസരിക്കാൻ എടുക്കുന്ന തീരുമാനം നമുക്കുണ്ടാകണം. കളിക്കാനുള്ള തൂമ്പായും പോകാനുള്ള വണ്ടിയും എല്ലാം അപ്പം തരും. അനുസരിക്കാൻ മനസ്സുള്ളവന് എല്ലാ റിസോഴ്സസും കർത്താവ് തരും. അനുസരിക്കാൻ മനസ്സുള്ളവൻ എല്ലാ റിസോഴ്സസും കർത്താവ് തരും. പക്ഷേ അനുസരിക്കാനുള്ള തീരുമാനം കർത്താവല്ല എടുക്കുന്നത്. ആരാ എടുക്കുന്നത്? ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനകത്ത് അനുസരണമുണ്ട്. നമ്മുടെ ജീവിതത്തിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക്, ഞാൻ സാധാരണ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് നമ്മളെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇഷ്ടം ചെയ്യുന്നവൻ, അപ്പോൾ ചെയ്യണം. ഞാൻ ചുമ്മാ ഇരുന്നാൽ പറ്റത്തില്ല, എന്ത് ചെയ്യണം? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. അപ്പോൾ എനിക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്. ജോസഫ് പ്രിൻസ് പറയുന്നത് പോലെ അതൊക്കെ പഴയ നിയമത്തിൽ. ഇൻ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഇറ്റ് ഈസ് ഡു ഡു ഡു. ഇൻ ദി ന്യൂ ടെസ്റ്റമെൻറ്റ് ഇറ്റ് ഈസ് ഡൺ ഡൺ ഡൺ. ഇതാണ് ജോസഫ് പ്രിൻസിൻ്റെ ഉപദേശം.
പഴയ നിയമത്തിൽ ഡു 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 ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇത് ചെയ്യുക. പഴയ നിയമത്തിൽ അങ്ങനെയല്ല, എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഡൺ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല പറയുന്നത്. കർത്താവ് പറഞ്ഞത് ചെയ്യുന്നവൻ. എല്ലാം ചെയ്തു കഴിഞ്ഞെന്നല്ല പറയുന്നത്, ചെയ്യുന്നവൻ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പം ചെയ്യണം. പക്ഷേ ചെയ്യണമെങ്കിൽ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം അറിയണം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം പറയാൻ ഉദ്ദേശിച്ചത്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം അറിയണം. പിതാവിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ പിതാവുമായിട്ട് വർത്തമാനം പറയണം. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ എങ്ങനെ ഞാൻ അറിയും? അറിയാതെ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയും? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാതെ ഞാൻ എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യും? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും? അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസും നമുക്ക് മാനസികവും സ്പിരിച്വലും എല്ലാ രീതിയിലും നമുക്ക് ശക്തിയും എല്ലാം ആര് തരും? കർത്താവ് തരും. എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി അധ്വാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകാൻ തീരുമാനമെടുത്താൽ മതി. നിനക്ക് പോകാൻ വണ്ടിയുമുണ്ട്, നിനക്ക് കിളയ്ക്കാൻ തൂമ്പായുമുണ്ട്, നിനക്ക് ഇടാൻ വളവുമുണ്ട്. ഇതൊന്നും നീ തിരക്കേണ്ട കാര്യമില്ല. പക്ഷേ ടി വിയുടെ മുമ്പിൽ നിന്ന് എണീറ്റ് പോകാൻ തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? കമ്മ്യൂണിക്കേഷന്. കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാന ഘടകം റിലേഷനാണ്. റിലേഷൻ ഉണ്ടെങ്കിലേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് പ്രവൃത്തിപഥത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ശരിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് റിലേഷൻ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. ആ പിതാവ്, ആ ബന്ധം, ആ ബന്ധത്തിൽ അവനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അവൻ നമ്മളോട് സംസാരിക്കും. അവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനമെടുക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആ തീരുമാനമെടുക്കുന്നത് ഞാനാണ്. ഞാൻ അത് ചെയ്യാൻ തീരുമാനമെടുത്താൽ എന്നെ സഹായിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. തീരുമാനമെടുക്കാൻ നേരം പരിശുദ്ധാത്മാ. ഇപ്പം ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഗത്സമനിയിൽ കർത്താവ് കഴിഞ്ഞ് പ്രാർത്ഥിക്കുക, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. പുള്ളി പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിർവഹിക്കപ്പെടുമാറാകട്ടെ. എനിക്കതിനുള്ള അത് എൻ്റെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഈ ക്രൂശിൽ ഈ പാപമെല്ലാം വഹിക്കുക, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപവും വഹിക്കുക എന്ന് പറയുന്നത്, ആസ് ഗോഡ് ജീസസ് വാസ് നോട്ട് റെഡി ടു ഡു ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ദൈവികതയിൽ അവനത് പ്രയാസമുള്ള കാര്യമാണ്. അവൻ പിതാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. പിതാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ തീരുമാനമെടുത്തത് യേശുവാണ്. യേശു തന്നെ പറഞ്ഞു, ഓക്കെ, ഈ പാപത്തെ ഒഴിച്ചു കളയാൻ വേറെ മാർഗമില്ലേ, ഞാൻ റെഡി. തീരുമാനമെടുത്തത് യേശുവാണ്. അപ്പോൾ അവനെ ശക്തീകരിക്കുവാൻ ദൂതന്മാർ വന്നു. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നിർവഹിക്കാനുള്ള സകല ശക്തി സ്വർഗത്തിൽ നിന്ന് കിട്ടും. പക്ഷെ തീരുമാനമെടുക്കാൻ ദൂതൻ വരത്തില്ല. തീരുമാനം ഞാൻ എടുക്കണം. ഡൺ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഡിസിഷൻ മേക്കിംഗ് ഈസ് കംപ്ലീറ്റ്ലി മൈൻ. അതിനും കർത്താവ് സഹായിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്? നമ്മളെ ശക്തീകരിക്കാൻ ദൂതനുണ്ട്. അനുസരണം അനിവാര്യമാണ്, അതിന് യാതൊരു സംശയവുമില്ല. അനുസരിക്കാൻ ശക്തിയില്ലാത്ത ഒരു ആളുകളാണ് നമ്മൾ. അതിന് നമ്മളെ ശക്തീകരിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കാൻ പോലും ദൈവത്തിന് മടിയില്ല. ആൻഡ് വി ഹാവ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് കോഴ്സ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്
നമ്മുടെ ബീയിങ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഡു വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂസ്? ഒരിക്കലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. നമുക്ക് അതെല്ലാം ഞാൻ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ സൂക്ഷിക്കുക. ഓൾവേസ് കീപ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ടോക്ക് ടു ഹിം. അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും എന്നെ ജീവിപ്പിക്കുന്നു. എവരി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ്, ഡു വി ഹിയർ ഇറ്റ്? അത് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആടിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ആൾ ഒരു ദിവസം കൊണ്ട് നല്ല ശബ്ദം കേൾക്കുന്നതും തിരിച്ചറിയുന്നതും. മേ ബി ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷേ എത്ര സമയം കഴിഞ്ഞാലും ചെവി മറ്റ് നോയ്സസിലേക്ക് പോകാതെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് ഒന്ന് നിൽക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ പ്രശ്നം പലപ്പോഴും പല നോയ്സസിനകത്ത്, ലോകത്തിൻ്റെ നോയ്സസ്, മനസാക്ഷിയുടെ നോയ്സ്, അങ്ങനെ ഒത്തിരി നോയ്സിനിടയ്ക്ക്, ബഹളങ്ങൾക്കിടയ്ക്ക് ദൈവശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അത് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം. അപ്പോൾ എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ് വിൽ എൻലിവൻ യു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനത്താലും ഞാൻ ജീവിപ്പിക്കപ്പെടുന്നു. നമുക്കത് ജീവനായിത്തീരും. വചനം നമുക്ക് എന്തായിത്തീരും? ജീവനായിത്തീരും. അങ്ങനെ ജീവനായിത്തീരുമ്പോഴാണ് നമുക്ക് അവൻ്റെ ഇഷ്ടം ചെയ്യാൻ കഴിയുന്നത്. ആ ഇഷ്ടം ചെയ്യുന്നത് ഇറ്റ് ഡിലൈറ്റ്സ് മീ. അതെന്നെ പ്രചോദിപ്പിക്കുന്നു. ഞാൻ സന്തുഷ്ടനാണ്. അപ്പോൾ കമ്മ്യൂണിയൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിയൻ സാധ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് സംസർഗം സാധ്യമാക്കി തീർത്തു. നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നമുക്ക് വി ഹാവ് ആക്സസ് ടുവേർഡ്സ് ഗോഡ്, വി ഹാവ് പീസ് വിത്ത് ഗോഡ്. വലിയ പ്രിവിലേജാണ്. പക്ഷേ അവിടെ കൊണ്ട് നിൽക്കരുത്. എന്തുകൂടെ വേണം? കമ്മ്യൂണിയനോടൊപ്പം കമ്മ്യൂണിക്കേഷനും കൂടെ വേണം. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം. ദൈവം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ പലപ്പോഴും ബഹളങ്ങൾക്ക് നേരെ നമ്മൾ ചെവി അടയ്ക്കേണ്ടി വരും. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുന്നത്.